സാധാരണ മനുഷ്യരുടെ കുറേയധികം പച്ചയായ ജീവിതങ്ങൾ, ശരിക്കും ഒരു മനുഷ്യ മനസ്സിനെ അവരുടെ ഒരു പച്ചയായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള വളരെയധികം കഥാപാത്രങ്ങളുള്ള വാടകയ്ക്കൊരു ഹൃദയം എന്ന പത്മരാജൻ സാറിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ അശ്വതി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അശ്വതി തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് തൻ്റെ മുറിച്ചെറുക്കനായ കേശവൻകുട്ടിയോടെ വീട്ടിലിരിക്കുന്നതാണ് ആദ്യത്തെ സീന് ഈ നോവലിലെ. അവൾ തീർത്തും അവളുടെ ഭർത്താവിനോടുള്ള ദേഷ്യമോ ഒന്നും കൊണ്ടല്ല, അവനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് ആ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. തൻ്റെ കല്യാണത്തിന് ശേഷം കേശവൻകുട്ടി എന്ന് പറയുന്നത് തന്നെ മുറിച്ചെറുക്കനാണ്, ചെറുപ്പം തൊട്ടേ അറിയാവുന്നതാണ്. തൻ്റെ സുഹൃത്തു കൂടിയായ ഒരു മനുഷ്യനെ കല്യാണം കഴിച്ച് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വലിയ ക്രൂരതയോ മദ്യപിച്ച് തന്നെ തല്ലുകയോ തുടങ്ങിയ ഒരു കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും ഭാര്യ എന്ന പരിഗണന അശ്വതിക്ക് എവിടെയും കിട്ടുന്നില്ല. കേശവൻകുട്ടി സുഹൃത്ത് എന്ന നിലയിൽ തന്നെ പലപ്പോഴുമായി വീട്ടിലെത്തുകയും ഇവർ തമ്മിൽ വീണ്ടും അടുക്കുകയും ചെയ്യുന്നതോടെ അവൾക്ക് വല്ലാത്ത തരത്തിലുള്ള കുറ്റബോധം ഉള്ളിലുണ്ടാകുന്നുണ്ട് അശ്വതിക്ക്. അങ്ങനെ ഒരു കേശവൻകുട്ടിയോടൊപ്പം ഉള്ള ജീവിതം അല്ലെങ്കിൽ ആ വീട്ടിലേക്കുള്ള കടന്നുകയറ്റം തീർത്തും ദുഷ്കരമായാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ ഇറങ്ങിത്തിരിക്കുകയാണ്. കാരണം ഇത്രയ്ക്ക് അയാളോട് ചെയ്ത ദ്രോഹമാണോ അല്ലെങ്കിൽ അയാളോട് തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ഫീല് കാരണം പുറത്തിറങ്ങി കേശവൻകുട്ടിയോടൊപ്പം ജീവിക്കുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അവളെ വിട്ടു പോകുന്നില്ല. അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് അവൾ ഇന്നും വിശ്വസിക്കുന്നു. അങ്ങനെ കേശവൻകുട്ടിയോടൊപ്പം ഇരിക്കുമ്പോൾ തന്നെ അവൾ പലപ്പോഴും അവളുടെ ഓർമ്മകൾ അയാളിലേക്ക് എത്തുന്നതും കേശവൻകുട്ടിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കേശവൻകുട്ടിയുടെ അമ്മ നല്ല തൃപ്തികരമായിട്ടുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. കാരണം അശ്വതി വളരെയധികം സ്നേഹം അശ്വതിയോടുണ്ട്. അമ്മായിയുടെ മകളായതുകൊണ്ട് തന്നെ, ആങ്ങളുടെ മകളായതുകൊണ്ട് തന്നെ തീർച്ചയായും ആ സ്നേഹം ഉള്ളിലുണ്ടാവും. വളരെയേറെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. എന്നാൽ നാട്ടുകാരും വീട്ടുകാരും അടക്കം അശ്വതി തള്ളി പറയുന്നതാണെങ്കിൽ പോലും തനിക്ക് താൻ ചെയ്ത തെറ്റാണോ ശരിയാണോ എന്ന് അറിയെങ്കിൽ പോലും അയാളോട് തീരാത്ത തെറ്റ് തന്നെയാണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്ന അശ്വതി ആ വീടിനുള്ളിൽ തന്നെ തൻ്റെ ജീവിതം ഇനി കടിച്ചുകൂടാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ പിന്നീട് കേശവൻകുട്ടി ആയിക്കോട്ടെ വളരെയധികം സ്വത്തുക്കളുണ്ട്. രാവിലെ പുറത്തിറങ്ങും, എല്ലാ നാട്ടുകാരുടെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് തീർത്ത് അവൻ്റെ അമ്മയും അതിനോട് എതിരൊന്നും പറയുന്നില്ല. കാരണം കുറേ തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തുക്കൾ ആൾറെഡി അവർക്കുണ്ട്. അപ്പോൾ പൊതുവെ ഇനി വരാനുള്ള ഇലക്ഷൻ ആണെങ്കിലും മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് കേശവൻകുട്ടി. മറുവശത്ത് ഗർഭിണിയാകുന്ന അശ്വതി പിന്നീട് തൻ്റെ വെറുപ്പ് സമ്പാദിക്കുന്ന വീട്ടുകാരെ തിരിച്ചു വിളിക്കാനായി വരുന്നു, കൊണ്ടുപോകുന്നു. വളരെയധികം സന്തോഷപൂർവ്വം അശ്വതി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പക്ഷെ അതിനകത്തുള്ള ഒരു ട്രാപ്പ് അവൾ മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് അവളുടെ അവസാനത്തെ ദിവസം ആയിരുന്നു. അന്ന് വീട് വിട്ടിറങ്ങുമ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു കേശവൻകുട്ടിയോട് അല്ലെങ്കിൽ കേശവൻകുട്ടിയിൽ നിന്നും എന്നേക്കുമായി പിരിച്ചുകൊണ്ടാണ് തൻ്റെ അച്ഛൻ അവളെയും കൊണ്ടുപോയത്. ഇനി ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം ആ വീട്ടിൽ അരങ്ങേറുകയാണ്. കേശവൻകുട്ടി വളരെ നിരാശനാകുകയാണ്. പിന്നീട് അദ്ദേഹം തൻ്റെ പതിവ് രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഈ സങ്കടങ്ങൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അന്ന് ആ നാട്ടിൽ ശിവരാമൻ നായർ എന്നൊരു വ്യക്തിയുണ്ട്, 2 പെൺമക്കളുണ്ട്. മാലിനി നാടകവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അദ്ദേഹം ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ആ കഥാപാത്രത്തോട് നമുക്കൊരു വെറുപ്പ് തോന്നും. കാരണം മകളെ വെച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ നടത്താൻ അയാൾ എന്താണ് മകൾക്കൊരു കല്യാണം കഴിഞ്ഞിട്ട് പോലും അങ്ങനെ കേശവൻകുട്ടി ആ നാട്ടിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും വിളിക്കുന്നതാണ്. കേശവൻകുട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ആ വീടിനെക്കുറിച്ചും എല്ലാ നാട്ടിലുള്ള സംസാരങ്ങളെല്ലാം തന്നെ വ്യക്തമായി അറിഞ്ഞിട്ട് പോലും ആ വീടിനകത്ത് കയറുന്നു. തൻ്റെ ജീവിതം തന്നെ മാറി മറിയുകയാണ്. കേശവൻകുട്ടിക്ക് മാലിന്യോടുള്ള അടുപ്പം കൂടുകയും നാട്ടിൽ മൊത്തം സംസാരമായി മാറുകയും ചെയ്യുന്നുണ്ട്. അശ്വതി ചെവിയിൽ എത്തുന്നു. എങ്കിലും അവൾക്ക് കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഓർത്ത് ദുഃഖിക്കണോ പശ്ചാത്താപിക്കണോ എന്നറിയാത്ത നിമിഷം സദാശിവൻ പിള്ള എന്നൊരു കഥാപാത്രം കൂടെ ഉള്ളിലോട്ട് കയറുന്നു ഉയർന്നുണ്ട്. അശ്വതിയോടുള്ള ചെറിയൊരു ഇഷ്ടം അവളിലേക്ക് എത്തുന്നു. കേശവൻകുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ തന്നോട് സംസാരിക്കാനായി എത്തുന്നെങ്കിലും അശ്വതിക്ക് തോന്നുന്ന അറപ്പും വെറുപ്പും എല്ലാം കൂടെ കേശവൻകുട്ടിയോട് പറയുകയും ഇവർ തമ്മിൽ വാക്കേറ്റം വരെ ആകുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഒരിക്കലും മാലിന്യമായിട്ട് ബന്ധം അറിയുമ്പോൾ പതിയെ അശ്വതി സദാശിവൻ പിള്ളയോട് അടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് തൻ്റെ ജീവിതം അയാളോടൊപ്പം ആകുന്നുണ്ട്. കുട്ടി ജനിച്ചിട്ട് പോലും കാണാൻ പോലും കേശവൻകുട്ടിക്ക് ഇതായില്ല. പക്ഷേ എങ്കിലും സദാശിവൻ പിള്ള ഉണ്ടാകുമ്പോൾ കുട്ടിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗമൊക്കെ ഈ ഒരു നോവലിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയം ഇലക്ഷൻ അടുത്തതോടെ തന്നെ
എതിർ പാർട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കേശവൻകുട്ടിയും മാലിന്യം തമ്മിലുള്ള ബന്ധം എങ്ങനെയെങ്കിലും പുറത്തറിയിച്ച് നാട്ടുകാർ മൊത്തം കാണിച്ച് അയാളുടെ ക്യാരക്ടറിനെ തന്നെ അസാസിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വളഞ്ഞുകൂടി പിടിക്കുന്നുള്ള ഒരു അവസരം വരെ ഉണ്ടാകുന്നു. അശ്വതി അതോർത്ത് ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം കേശവൻകുട്ടി ഒന്നും ആലോചിച്ചില്ല, മാലിന്യം കൊണ്ട് നേരെ വീട്ടിലേക്ക് ചെന്ന് കയറി. മാലിന്യക്ക് തീർത്ത ഒരു സ്വപ്നം തന്നെയായിരുന്നു. അവൾ അവിടെ നല്ല രീതിയിലുള്ള ജീവിച്ചു. കാരണം ഇവിടെ നാടകത്തിന് പോകണം, കുത്തുവാക്കുകൾ കേൾക്കണം, അതൊന്നുമില്ല. അവളൊരു പുതിയ ജീവിതം തന്നെ നയിക്കുന്നത്. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കേശവൻകുട്ടീൻ്റെ അമ്മ ആ വാക്കുകളൊക്കെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കേശവൻകുട്ടിയുടെ സ്വഭാവത്തിൽ വരുന്ന വലിയ വലിയ മാറ്റങ്ങളുണ്ട്. തൻ്റെ പെങ്ങൾ മാലിനിയുടെ സഹോദരി സരസ്വതി എന്ന വളരെ സ്കൂൾ വിദ്യാർത്ഥിനിയായ കുട്ടിയോട് പോലും അദ്ദേഹത്തിൻ്റെ സമീപനം വളരെയധികം വ്യത്യസ്തമായിരുന്നു. എന്നാൽ അവിടെയാണ് നമ്മൾ ശിവരാമൻ നായർ എന്നൊരു കഥാപാത്രത്തോട് നമുക്ക് തോന്നുന്ന വെറുപ്പ് മാറ്റിക്കൊണ്ട് തന്നെ മാലിനി എന്ന മൂത്ത മകളെ ഉപയോഗിച്ച് അദ്ദേഹം കുറേ കാര്യങ്ങൾ നേടിയെടുക്കുകയും ജീവിതത്തിൽ ഇതാവുകയും ചെയ്യുമെങ്കിലും സരസ്വതി എന്ന കുട്ടിനെ അദ്ദേഹം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായി ആ വീട്ടിൽ ജനിച്ചത് കൊണ്ട് തന്നെ പലരുടെയും കണ്ണുകളും ആ കുട്ടിയുടെ ദേഹത്തും വീഴും. അങ്ങനെ പല ആളുകൾ പട്ടം കൂടി പറക്കുമ്പോൾ പോലും മിടുക്കിയായ, പഠിത്തത്തിൽ വളരെയധികം മിടുക്കിയായ സരസ്വതിയെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് മെച്ചമറ്റ ജീവിതത്തിലേക്ക് നയിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തോന്നുമ്പോൾ ആ ക്യാരക്ടറിനോട് നമുക്ക് വല്ലാത്തൊരു ഇത് തോന്നുന്നുണ്ട്. പിന്നീട് സരസ്വതി യുടെ വിഷയത്തെ ചൊല്ലി ഒരു കൊലപാതകം നടക്കുകയാണ്. അങ്ങനെ ശിവരാമൻ നായർ ജയിലിൽ പോവുകയും സരസ്വതി നിവർത്തിയില്ലാതെ മാലിനി തൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് എത്തിക്കുകയാണ്, കേശവൻകുട്ടിയുടെ വീട്ടിലേക്ക്. മറുവശത്ത് അശ്വതി സദാശിവപിള്ളയോടൊത്ത് ജീവിതം ആരംഭിക്കുന്നു, വലിയ വലിയ പണങ്ങൾ സമ്പാദിക്കുന്നു. ഇവിടെ കേശവൻകുട്ടി വലിയൊരു രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ ഇരിക്കുകയാണ്. മാലിന്യം കൊണ്ട് രാഷ്ട്രീയക്കാർക്ക് ഒപ്പം ചേർന്ന് വളരെ ഉയരത്തിലെത്തുകയാണ്. തൻ്റെ അമ്മ ഒട്ടും തൃപ്തിയായിരുന്നില്ല ജീവിതത്തിൽ. അതോടൊപ്പം തന്നെ അയാളെക്കാൾ എത്രയോ മടങ്ങ് ജീവിച്ച് കാണിക്കണമെന്ന സദാശിവപിള്ളയോട് തോന്നുന്ന ഒരു വൈരാഗ്യം അശ്വതിയുടെ പേരിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പതിക്കാനും ശ്രമിക്കുന്നുണ്ട്. മറുവശത്ത് ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും സരസ്വതി തൻ്റെ കാര്യത്തിൽ മാത്രം വളരെ ശ്രദ്ധയായിരുന്നു. നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരുന്നു. അശ്വതി സരസ്വതിയുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ നോവലിൽ. അങ്ങനെ ഒരു വശത്ത് ഒരു മടുപ്പ് തോന്നി തുടങ്ങുന്നുണ്ട് ജീവിതത്തിന്. കേശവൻകുട്ടിയെ വിട്ട് മാലിനി അകന്നകന്ന് പോവുകയാണ്. തൻ്റെ ജീവിതം എങ്ങോട്ടോ പോകുന്നതെന്ന് അറിയാതെ മാലിനി കേശവൻകുട്ടിയെ വിട്ട് പോകുന്നതോടെ കേശവൻകുട്ടി എല്ലാ രീതിയിലും നഷ്ടപ്പെട്ടവനായി തിരിച്ചെത്തുകയാണ്. അതേസമയം സരസ്വതി ആവട്ടെ പഠിച്ച് മുന്നേറി നല്ല രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ അവസാന ഘട്ടത്തിൽ സദാശിവപിള്ളയും കേശവൻകുട്ടിയോടുള്ളൊരു സംഭാഷണമുണ്ട്. അതും വളരെ നല്ല രീതിയിൽ തന്നെ ഇമോഷണലായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് പത്മരാജൻ സാറ്. അപ്പോൾ അവസാനം ഈ സദാശിവപിള്ളയുടെ ഒരു ആത്മഹത്യ കേശവൻകുട്ടി എന്ന കഥാപാത്രത്തിന് ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു മരണമായിരുന്നു അത്. നമ്മളെ വായിക്കുന്നവർക്ക് പോലും വളരെ പേടി ഉണർത്തുന്ന ഒരു തരത്തിലുള്ള മരണം. ഒടുവിൽ തൻ്റെ വീട്ടിനകത്ത് തന്നെ അശ്വതി അന്ന് അനുഭവിച്ച അതേപോലെ തന്നെ കേശവൻകുട്ടി വീട്ടിനകത്ത് തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. സരസ്വതി വലിയ നിലയിൽ എത്തുകയും തിരിച്ച് നാട്ടിലോട്ട് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന രീതിയിൽ തൻ്റെ പഴയ വീട് വിറ്റ് കൊടുക്കാനായി എത്തുന്നുണ്ട്. പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ വളരെ പച്ചയായ ജീവിതങ്ങൾ ആവിഷ്കരിച്ച ഒരു വാടകയ്ക്കൊരു ഹൃദയം എന്ന പുസ്തകം വായിക്കുക. നിങ്ങൾ നല്ല രസകരമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കുറേ ജീവിതങ്ങൾ നമ്മുടെ മുന്നിലൂടെ പാകും ഈ ബുക്ക് വായിക്കുന്ന സമയത്ത്. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പല പുസ്തകങ്ങളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം, അത് വായിക്കാൻ എനിക്ക് കഴിയട്ടെ.